ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു പീസ്ഫുൾ മോർണിംഗും പിന്നെ ഉച്ചക്കേക്കുള്ള നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പവും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇടിയപ്പ പാത്രത്തിൻ്റെ അകത്ത് വെള്ളം തിളക്കുന്നുണ്ടല്ലോ ഓൾറെഡി, അതുകൊണ്ട് മുട്ട അതിൻ്റെ അകത്തോട്ട് പുഴുങ്ങാൻ വെച്ചു. പക്ഷേ എൻ്റെ പ്ലാനിങ് അത് ഒന്നും അല്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ മുട്ടക്കറി, ഞാൻ യൂട്യൂബിൽ മുട്ടക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചത്. യൂട്യൂബിൽ കണ്ട വീഡിയോയിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കുക്കറിൽ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം അതിൽ നടുക്കൊരു ബൗളിൽ വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചതിന് ശേഷം അത് കുക്കർ വിസിലടിക്കുന്ന സമയത്ത് മുട്ട വേവുകയും ചെയ്യും, ഉള്ളി മസാല സെറ്റാവുകയും ചെയ്യും. അങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പക്ഷേങ്കിൽ അപ്പം ഞാൻ ഓർത്തത് നമ്മുടെ അമ്മമ്മ മുട്ട കഴിക്കൂല. അപ്പം പിന്നെ ഞാൻ ആ കുക്കറിൽ മുട്ട നടുക്ക് വെച്ച് മുട്ടക്കറി സെറ്റാക്കുമ്പം അമ്മമ്മക്ക് അതൊരു മുട്ട കഴിക്കാത്ത ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. ഇതാണ് നമ്മൾ ആഫ്രിക്കൻ മല്ലിച്ചപ്പ്. നമ്മൾ ഈ മല്ലിച്ചപ്പ യൂസ് ചെയ്യൽ, നമ്മൾ കടയിൽ നിന്ന് മല്ലിച്ചപ്പ് വാങ്ങിക്കലൊന്നുമില്ല. അങ്ങനെ ഇതെൻ്റെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ മുന്നത്തെ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കിയപ്പം അത് ശരിയായിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പം റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ മുട്ടേൻ്റെ മസാലയെല്ലാം സെറ്റായിട്ടിട്ട് ഇടിയപ്പം പാത്രത്തിൻ്റെ അകത്തോട്ടേക്ക് വെച്ച മുട്ടയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മുട്ടക്കറി ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റെല്ലാം ഞാൻ നിലവിലും കൊടുത്തു. അവളൊറ്റയ്ക്ക് കഴിക്കുമെങ്കിലും ഞാൻ അവൾക്ക് വാരിക്കൊടുക്കും, എന്നാലും എനിക്കൊരു സമാധാനം ഉണ്ടാവും അവൾ കഴിച്ചു എന്നുള്ളത്. അങ്ങനെ അവൾക്കും കൊടുത്ത് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നിത്യചേട്ടൻ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ബിസി. അങ്ങനെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ലഞ്ച് പ്രിപ്പറേഷനിലോട്ട് കിടക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങും കാര്യങ്ങൾ, ഉച്ചക്കേക്കുള്ള കറി കാര്യങ്ങളെല്ലാം അമ്മ കുക്ക് ചെയ്യും. പക്ഷേങ്കിൽ ഇന്ന് അമ്മയില്ല, അമ്മ സിസ്റ്ററുടെ അടുത്ത് പോയിട്ടുണ്ടായത്, അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം തലേന്ന് മത്തൻ ഞാൻ നിത്യചേട്ടനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. മത്തനാകുമ്പോൾ ഓലൻ പെട്ടെന്ന് സിമ്പിൾ കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിത്യചേട്ടനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ്. അങ്ങനെ ബീൻസും കൊണ്ടു തന്നായിരുന്നു. അങ്ങനെ ബീൻസും തോരൻ വെക്കാമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു തലേന്ന്. അങ്ങനെ ബീൻസ് തോരനും മത്തങ്ങ ഓലനുമാണ് നമ്മൾ സെറ്റാക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എത്തിയപ്പോൾ അമ്മ ബാക്കി കാര്യങ്ങളും കുക്കിംഗ് പരിപാടിയെല്ലാം അമ്മ നോക്കി. പിന്നെ ഞാൻ ഫ്രീ ആയി. അപ്പം നമുക്കിത് മീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് തെരണ്ടി ആക്കാണ്. തെരണ്ടി, ഉണക്കമീൻ തെരണ്ടി നമ്മളത് വറുത്തു, പിന്നെ പപ്പടം. അങ്ങനെ നമ്മുടെ ലഞ്ചും റെഡിയായി. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.